ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവൃത്തികൾ ചെയ്യുമ്പോഴെല്ലാം സന്തോഷം കിട്ടണമെന്നില്ല, പക്ഷേ സന്തോഷം കിട്ടണമെങ്കിൽ പ്രവൃത്തികൾ ചെയ്യണം. ഇതൊരു പ്രപഞ്ച നിയമമാണ്. പുതിയ കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അളവറ്റതാണ്. യൂട്യൂബിലൂടെ എന്നിലേക്ക് എത്തിച്ചേർന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു ടൂർ കം ഓഫ്ലൈൻ മീറ്റ് നടത്തി. മൂന്നാറിലേക്ക് ഞങ്ങളൊരു വിനോദയാത്രയ്ക്ക് പോയി. അവിടെ താമസിച്ച് ട്രെയിനിങ് സെഷൻസും പെർഫോമൻസും സൈറ്റ് സീയിങ്ങുമായിട്ട് 3 ദിവസം, 3 പകലും 2 രാത്രി. എല്ലാവരും തന്നെ 60 വയസ്സിൽ കൂടുതലുള്ളവരും 70 കഴിഞ്ഞവരും ഒക്കെ ആയിരുന്നു. കുറച്ച് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് കാര്യവും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഫ്യൂവലാണ് എനർജി. പ്രോഗ്രാം തുടങ്ങുന്ന സമയം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ഇങ്ങനെ എനർജറ്റിക് ആയിരുന്നാലേ നമുക്ക് കാര്യങ്ങൾ ആസ്വദിക്കാനും അതിൽ ഇൻവോൾവ് ആകാനും പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷമായിട്ട് ചെയ്യണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ, നന്നായിട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് വേണ്ട ഒരു ഫ്യൂവലാണ്, ഇന്ധനമാണ് എനർജി. ഈ എനർജി എന്താണെന്ന് നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇത് ഉള്ളവരെ നമുക്ക് തിരിച്ചറിയാം അല്ലേ? ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ആ എനർജി എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനകളാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ വലിയൊരു ചലഞ്ചാണ് ഈ എനർജി ലെവൽ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. എനർജിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നോ? ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രായമായിട്ട് വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ എനർജി ലെവൽ അങ്ങോട്ട് ഡൗൺ ആകും. എന്തായാലും നമ്മുടെ ശരീരത്തിൽ നിന്നാണല്ലോ നമുക്ക് എനർജി കിട്ടേണ്ടത്. സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ട് അവരുടെ അവയവങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ തേയ്മാനങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നാച്ചുറലായിട്ട് ചിലപ്പോൾ എനർജി ലെവൽ ഡൗൺ ആകാം. പിന്നെ റോൾ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. അതും എനർജി ലെവലിനെ ബാധിക്കും. പക്ഷെ എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എനർജറ്റിക് ആയേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. എനർജി ലെവലിൻ്റെ പ്രായം സത്യത്തിൽ തടസ്സമല്ല. പക്ഷേ സീനിയർ സിറ്റിസൺസ് ആകുമ്പോൾ ഇതിന് പ്രത്യേകം എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നല്ല എനർജി ലെവലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ എനർജി ലെവലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. എനിക്ക് വല്ലാത്ത ക്ഷീണമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം നമ്മളെ പിടികൂടും. ആളുകൾ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ആളുകൾ പറയും, ഞാനിനി അങ്ങോട്ട് ലൈഫ് ഏറ്റവും ആക്റ്റീവായിട്ട് കൊണ്ടുപോകും, ഇതുവരെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കും, ജീവിതം ആസ്വദിക്കും എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ടാവും. പക്ഷെ വേറൊരു കൂട്ടരുണ്ട് കേട്ടോ. അവർ പലപ്പോഴും പറയുന്നത് എന്താണെന്നോ? ഇത്രയും നാളിങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു, ഇനി ഞാൻ കുറച്ച് നാൾ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പോവാണ്. വളരെ അപകടകരമായൊരു തീരുമാനമാണ് കേട്ടോ. നമ്മുടെ ബ്രെയിനിലുള്ളൊരു പ്രശ്നം പറഞ്ഞില്ലേ, 2-3 മാസം കൊണ്ട് നമ്മൾ ആ അവസ്ഥയോട് കണ്ടീഷൻഡ് ആവും. പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ പ്രശ്നമാകും. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിൻ്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകളാണ് ഐ ആം ഹാപ്പി, ഐ ആം എനർജറ്റിക്, ഐ ആം എന്തൂസിയാസ്റ്റിക്. വിട്ടുകൊടുക്കരുത്. അപ്പം എന്തായാലും എനർജറ്റിക് ആകാൻ തീരുമാനിക്കുന്നു. തീരുമാനങ്ങൾ കൊണ്ട് കാര്യമൊന്നും നടപ്പിലാവില്ല കേട്ടോ. പ്രവർത്തിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള 5 കാര്യങ്ങൾ ചെയ്താൽ ഹൈ എനർജി ലെവലിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാവിലെയുള്ള ആദ്യത്തെ ആക്ടിവിറ്റി ഉണരുക. അതാണല്ലോ. ഈ ഉണരുമ്പോൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉണരുമ്പോൾ തന്നെ ചാടി എഴുന്നേക്കലല്ല, ആ ഉണരുന്ന അവസ്ഥയെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഒന്നാമത്തത്, കൃത്യസമയത്ത് ഉണരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത്രയും നേരം നമ്മൾ കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുമാത്രമല്ല, അത്രയും നേരം നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഡീഹൈഡ്രേഷൻ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉണരുന്നത്. എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് കൈയും കാലും ഒക്കെ നിവർത്തി, കഴുത്തങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചലിപ്പിച്ച്, ശ്വാസം നന്നായിട്ട് എടുത്ത് പുറത്തേക്ക് വിട്ട്, അങ്ങനെ ഒരു 3-4 മിനിറ്റ് എഴുന്നേൽക്കാനുള്ളൊരു പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് കുറച്ച് ചിന്തകൾ. ഐ ആം എനർജറ്റിക്, ഐ ആം ഹാപ്പി, ഐ ആം വെരി താങ്ക്ഫുൾ. ഗ്രാറ്റിറ്റ്യൂഡാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഫീലിംഗ് അല്ലേ? ഇന്നത്തെ പ്രഭാതം കാണാനൊത്തു. ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുമായിട്ട് എഴുന്നേൽക്കുക. വ്യത്യാസം ഉണ്ടാവും. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണമെന്നോ? 2 ഗ്ലാസ് വെള്ളം അത്യാവശ്യമായിട്ട് കുടിക്കണം. കാരണം നമ്മൾ
റീഹൈഡ്രേറ്റ് ചെയ്യാന്ന് പറയും. ഇത്രയും നേരം ഡീഹൈഡ്രേഷൻ ആയിരുന്നു, ഇനി വെള്ളം കുടിച്ച് നമ്മളൊന്ന് ഉഷാറാകുന്നു. അത് കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക. അത് ഉറപ്പായിട്ടും ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങി ഒരു 4-5 മിനിറ്റ് ആ മുറ്റത്തേക്ക് നിന്ന് പ്രകൃതിയൊക്കെ നിരീക്ഷിച്ച് അകത്ത് കയറി പിന്നെ ദിനചര്യകളിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും കടക്കാം. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. എക്സസൈസ്, പോസിറ്റീവ് അഫർമേഷൻസ്, അങ്ങനെ ഓരോരുത്തരുടെ രീതികളുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല ഉഷാറാകും കേട്ടോ. പിന്നെ എന്ത് കാര്യം ചെയ്യാനും പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി കാര്യങ്ങളൊക്കെ സൗകര്യം പോലെ ചെയ്തോ, പക്ഷേ ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് എനർജി കിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ എനർജിയുടെ ഉറവിടം ഫുഡാണ്, നല്ല ആഹാരം. പലപ്പോഴും പ്രായമായി വരുമ്പോഴേ സംഭവിക്കുന്നത് നമ്മുടെ ആഹാരക്രമം വളരെ തെറ്റായ രീതിയിലാണ്. ധാരാളം വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ്. ഭക്ഷണം ക്രമമായി കൃത്യമായിട്ട് കഴിക്കണം. ഇവിടെ സീനിയർ സിറ്റിസൺസിന് സംഭവിക്കാവുന്ന ഒരു കാര്യം, നമ്മൾ വളരെ ഹെക്റ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കാനൊക്കെ മറന്നുപോകും, ദാഹം തോന്നില്ല, പിന്നെ ഭക്ഷണം വിശപ്പും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അളവ് കുറയും. ഇവിടെ നമ്മൾ ബോധപൂർവം നമുക്ക് നല്ല എനർജി തരുന്ന ആഹാരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഈ യോഗട്ട് എന്നൊക്കെ പറയൂലേ, പുളിപ്പില്ലാത്ത തൈര് പോലെയുള്ള യോഗൗട്ട്, നമുക്കത് കഴിച്ച് വലിയ ശീലമില്ല, പക്ഷെ ഇതൊക്കെ ഒരുപാട് എനർജി തരുന്നതാണ്. അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ ഓട്സ്, പാല്, മുട്ട. ഞാൻ എൻ്റെ കൊച്ചുമോൾ കഴിക്കുന്നത് കണ്ടാണ് ഈ സ്ട്രോബെറി, ബ്ലൂബെറി ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. പതുക്കെ, അധികമൊന്നും കഴിക്കാറില്ല, കുറച്ചേ കഴിക്കാറുള്ളൂ. കാരണം അതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ഈ ബദാം, വാൾനട്ട് ഇതൊക്കെ വളരെ നല്ലതാണെങ്കിലും അതൊക്കെ കോസ്റ്റ്ലിയാണ്. ഞാൻ പണ്ട് എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്കൊരു പുസ്തകം നിങ്ങളുടെ പഠനത്തിനും വളരെ ആവശ്യമാണ്, പക്ഷെ പുസ്തകത്തിന് 1000 രൂപ വിലയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ പോക്കറ്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുസ്തകം വാങ്ങുമോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങുമോ? നമുക്ക് പലപ്പോഴും ഡ്രസ്സ് വാങ്ങാനായിരിക്കും താല്പര്യം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ വില കൂടുതലാണെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കും അല്ലേ. പക്ഷേ യാതൊരു ആവശ്യമില്ലാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി എത്ര പണവും ചിലവാക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വന്തം ശരീരവും എനർജിയും. ഡയറ്റ് ഒന്ന് റെഡിയാക്കുക. ഇനി ഞാൻ കഴിക്കുന്ന കാര്യങ്ങൾ പറയാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കാറുണ്ട്, മുട്ട കഴിക്കാറുണ്ട്, ഏത്തപ്പഴം നെയ്യിലിട്ട് വറുത്ത് കഴിക്കാറുണ്ട്. ഇത് ഞാൻ കഴിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ശരീരത്തിന് അത് കഴിച്ചാൽ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം അല്ലേ. പക്ഷെ എന്തായാലും രാവിലെ ഒരു ഉഗ്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഇതിൻ്റെ കൂടെ ഓട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഞാൻ ഓട്സ് കഴിക്കാറില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിന് അത് പറ്റുന്നുണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാതെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരരുത്. ധാരാളം വെള്ളം കുടിക്കണം. അവിടെയും കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഭക്ഷണമാണ് എനർജിയുടെ സോഴ്സ്. അത് കഴിക്കാതെ എനർജി ഡ്രിങ്ക് കഴിച്ച് മറ്റ് സൂത്രവിദ്യകളിലൂടെ എനർജി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ. നമ്മളെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് മാറ്റുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനാണ്. നമ്മൾ കുറേ നേരം വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം തോന്നും അല്ലേ. ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ചിലത് എന്ത് ചെയ്യുമെന്നോ, പോയി കിടക്കും ക്ഷീണമെന്ന് പറഞ്ഞ്, ഉള്ള ബ്ലഡ് സർക്കുലേഷനും കൂടി ഇല്ലാതാവും. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ സുഗമമായിട്ട് നടത്താൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നതാണ് നമ്മുടെ ഹാർട്ട്. ആ പമ്പിങ് നല്ല സ്മാർട്ടായിട്ട് നടക്കണം, സുഗമമായിട്ട് നടക്കണം. അപ്പോൾ നമ്മുടെ എനർജിക്ക് നമ്മളെ ഏറ്റവും അധികം കെയർ ചെയ്യേണ്ട ഒരു അവയവമാണ് ഹാർട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റവയവങ്ങളെ പോലെ ഇത് നമ്മൾ കാണാറില്ല. പ്രത്യേകിച്ചും ഹാർട്ടാണെങ്കിൽ വളരെ നിശബ്ദമായിട്ട് ഒരു സെക്കൻഡ് പോലും പണിമുടക്കാതെ നമുക്ക് വേണ്ടി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീനിയർ സിറ്റിസൺസിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് അവിടെയാണ്. ഈ ഹാർട്ടിൻ്റെ ആ പമ്പിങ്ങില്ലേ, അതിനെ സുഗമമാക്കാൻ നമുക്ക് സാധ്യമാകുന്ന എല്ലാം ചെയ്യണം. എന്ന് വെച്ച് നമ്മൾ റിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും വേണമെന്നില്ല. നമ്മുടെ ഒരു പ്രായത്തിൽ നമുക്ക് പറ്റാവുന്ന എക്സസൈസ്, അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ കുത്തിയിരിപ്പ് ഒഴിവാക്കുക. ബോഡി മൂവ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. നടപ്പ് ഹൃദയത്തിന് ഏറ്റവും പറ്റിയൊരു എക്സസൈസാണ്. എപ്പോഴാണെങ്കിലും ഒരു 20 മിനിറ്റ് നടക്കുക.
പിന്നെ ഹൃദയത്തിൻ്റെ കാര്യത്തിലും ആഹാരക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുറഞ്ഞാൽ രക്തം കുറച്ച് കട്ടിയാകാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിന് പമ്പിങ്ങിൽ സമ്മർദ്ദം കൂടും. എയറോബിക്സ്, സുംബ ഡാൻസ്, ഇതൊക്കെ ഹൃദയത്തിന് പറ്റിയ നല്ല എക്സസൈസസ് ആണ്. ഇനി 4ാമത്തെ കാര്യം എന്താണെന്നോ, നമ്മുടെ കാലുകൾ. മനുഷ്യർ ഇത്രയും വലിയ സംഭവമായിട്ട് മാറാനുള്ള ഒരു കാരണം നമുക്ക് 2 കാലയിലും അപ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ മൂവ്മെൻറ്റിനെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കാലുകൾ. അതുമാത്രമല്ല, ഈ പാദത്തിൻ്റെ അടിഭാഗവും നമ്മുടെ തലച്ചോറും മറ്റ് പല ഗ്ലാൻസുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ചും തള്ളവിരലിൻ്റെ അടിഭാഗം ഇല്ലേ, വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ്. അവിടെയെല്ലാം മസാജ് ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ എനർജിയെ സഹായിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ആയുർവേദ ഡോക്ടർ ഷീല ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ കാൽ തൊട്ട് വന്നിക്കുകയാണ് ചെയ്യാറുള്ളതല്ലേ, വെറുതെ അല്ല കാല് തൊട്ട് വന്നിക്കുന്നത്. എന്തെല്ലാം ഫങ്ഷൻസാണ് ഈ കാലുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ബലമുള്ള കാലുകൾ, നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കാൻ നമ്മളെ സഹായിക്കുന്ന കാലുകൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം ചലനം തന്നെയാണ്. കാലുകൾക്ക് എക്സസൈസ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മടി കൂടാതെ ചെയ്യണം. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എസ്കലേറ്ററിൽ കയറുന്നതിന് പകരം, ലിഫ്റ്റിൽ കയറുന്നതിന് പകരം സ്റ്റെപ്സ് കയറുക, കഴിയുന്നത് നടക്കുക. ഞാൻ സാധാരണ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാർ എവിടെയെങ്കിലും കൺവീനിയൻ്റ് ആയിട്ട് നിർത്തി നടന്നാണ് പോകാറുള്ളത് കേട്ടോ. പക്ഷെ പലപ്പോഴും ആരെങ്കിലും കാറിനകത്തുണ്ടെങ്കിൽ അവർ നിർബന്ധം പിടിക്കും, ഇവിടെ എന്തിനാ പാർക്ക് ചെയ്യണത്, നമുക്കതിൻ്റെ തൊട്ടടുത്ത് നിർത്താമല്ലോ. അപ്പം ഞാൻ പാർക്ക് ചെയ്യുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് അത്രയും എക്സ്പെർട്ടൈസ് ഇല്ലാത്തത് കൊണ്ടാണ്. 2, നടക്കാമല്ലോ. കോണിപ്പടി കയറണം. നമ്മുടെ വീടുകളിൽ 2 നിലകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ പലരും മുകളിലേക്ക് കയറാറില്ല. മടി തന്നെയാണ് പ്രധാന കാരണം. അങ്ങനെ ഉപയോഗിക്കാതിരുന്ന് വരുമ്പോൾ വേദനയാവും. കാരണം ഇനാക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മസിൽ മാസ് കുറഞ്ഞു വരും. അങ്ങനെ മസിൽ മാസ് കുറഞ്ഞ് നമുക്ക് പ്രശ്നമാകുന്ന അവസ്ഥയെ സാക്രോപീനിയ എന്നാണ് പറയുന്നത്. ഇത് വരാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്ന്, പോഷകാഹാരക്കുറവാണ്. 2, നമ്മൾ ഇനാക്റ്റീവായിട്ട് മാറുന്നു. നമ്മൾ കഴിയുന്നതും ഇതൊക്കെ ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കാം. നമ്മൾ കുറച്ച് പ്രായമായി വരുമ്പോൾ പെയിനെല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാലുകൾക്കും കൈകൾക്കും ഉള്ള മൂവ്മെൻറ്റ് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭക്ഷണം കഴിക്കണം. പ്രോട്ടീൻ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം. ഒരു ചെറിയ വാശിയോടുകൂടി വിട്ടുകൊടുക്കാതെ എനർജറ്റിക് ആയിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. 5ാമത്തെ കാര്യം ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ എനർജി ചോർത്തിക്കളയുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, കണക്ഷൻസിൽ നിന്ന് കഴിയുന്നത് മാറി നിൽക്കാൻ ശ്രമിക്കുക. പക്ഷെ എപ്പോഴും നമ്മളെ സംസാരം കൊണ്ടും കുറ്റപ്പെടുത്തൽ കൊണ്ടും നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന ആളുകളില്ലേ, അവരിൽ നിന്ന് കഴിയുന്നതും അകലം പാലിക്കുക. പിന്നെ അകലം പാലിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മളെ അത് ബാധിക്കാതിരിക്കാൻ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിൽ കൂടി പുറത്തേക്ക് വിടുക. നമുക്ക് എനർജി പകർന്നു കൊടുക്കാൻ പറ്റണം, മറ്റുള്ളവരിൽ നിന്ന് എനർജൈസ്ഡ് ആകാനും പറ്റണം. ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്ട്രെസ് ലെവല് ക്രമീകരിക്കണം. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, ചില ആളുകളെ അകറ്റി നിർത്തേണ്ടതായിട്ട് വരും, ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും. സ്ട്രെസ് ലെവൽ നന്നായിട്ട് മാനേജ് ചെയ്യുക. അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ശരീരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒന്ന് ചലിപ്പിച്ചൊക്കെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാകുക. കൈ മുകളിലേക്ക് പൊക്കാൻ പറ്റാത്ത ആളുകൾ വരെ ഉണ്ടാവും. ചമ്രം പടഞ്ഞിരിക്കാൻ പറ്റാത്തവരുണ്ടാവും. ധീരെ ധീരെ രേമന എന്ന് കേട്ടിട്ടില്ലേ? പതുക്കെ പതുക്കെ കുറച്ചായിട്ട് ഇതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എൻ്റെ ഗ്രൂപ്പിൽ സുഭദ്ര, അവർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ AGM ആയിരുന്നു. അവർ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത്, അപ്പോൾ ഒരു 50 വയസ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ 58 വയസ്സായി സുഭദ്രയ്ക്ക്. സുഭദ്ര കുറച്ച് 2-3 വർഷങ്ങളായി തോന്നുന്നു ഈ യോഗയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ദിവസവും ഇത് ചെയ്ത് സുഭദ്രയിൽ വന്ന മാറ്റം കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. 3-4 വർഷമായി സുഭദ്രയും ഞാനൊക്കെ തമ്മിൽ നല്ല കോണ്ടാക്റ്റിലാണ്. അപ്പോൾ മൂന്നാർ പോയപ്പോൾ സുഭദ്രയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, യോഗ. സുഭദ്ര സ്വന്തം ശരീരം കൊണ്ട് നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അതെല്ലാം കണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യണ്ട, ഇത് സ്ലോ ആയിട്ട് ചെയ്ത് ആ അവസ്ഥയിലെത്തിയതെന്ന് സുഭദ്ര പറഞ്ഞു.
ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അപ്പോൾ പതുക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. ബി എനർജറ്റിക്. അതിന് സീനിയർ സിറ്റിസൺസിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് വീട്ടിലെ അസൗകര്യങ്ങൾ ഒരുപാട് ഒഴിവാക്കി തരുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, എനർജി നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വീട്ടിലെ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതിന് മാതൃകകളാകുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.